എല്ലാ കേസിലും ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു തെളിവുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? എല്ലാ കേസിലും ഉണ്ട് കേട്ടോ. ചില കേസുകളിൽ മുടിയായിരിക്കും ഒരാളുടെ, അല്ലെങ്കിൽ ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രക്തമായിരിക്കും. അങ്ങനെ ഓരോരോ തെളിവുകൾ ദൈവം അവിടെ അവശേഷിപ്പിക്കും. പക്ഷേ ഇന്ന് പറയുന്ന കേസിൽ ദൈവം അവശേഷിപ്പിച്ചത് ഒരു വലിയ തെളിവാണ്, ഒരു വലിയ ബസ്. ബസ് അങ്ങനെ തെളിവായിട്ട് മാറുമല്ലേ? ഈ കേസിൽ ബസ്സാണ് തെളിവായിട്ട് മാറിയത്. മൈലപ്പുറ ടൗണിൽ കച്ചവടം നടത്തുന്ന ജോർജ് ഉണ്ണുണ്ണി എന്ന് പറയുന്ന ഒരു വൃദ്ധൻ കടയ്ക്കുള്ളിൽ മരിച്ചു കിടക്കുകയാണ്. വെറുതെ അങ്ങ് മരിച്ചു കിടക്കുകയല്ല, ഒരു സ്വാഭാവിക മരണമൊന്നുമല്ല, ആരോ കൊന്നിട്ടിരിക്കുക. അത് പറയാനെ കൊണ്ട് ഒരു കാരണമുണ്ട്. വായിലൊക്കെ തുണിയൊക്കെ തിരികെ കയ്യും കാലും ഒക്കെ ബന്ധിച്ചിട്ടാണ് ആ മൃതദേഹം കിടക്കുന്നത്. കടയ്ക്കുള്ളിൽ മറ്റൊരു മുറിയുണ്ട്, ആ മുറിയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആ മുറിയിലാകെ പിടിവലി നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു, മേശയുടെ വലിപ്പം തുറന്നിട്ടിരിക്കുന്നു. ആകെപ്പാടൊരു യുദ്ധം നടന്ന പോലെ പ്രതീതിയാണ് ആ മുറിയിലൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ജോർജ് അച്ഛനെ പറ്റി നല്ലൊരു അഭിപ്രായം കേട്ടോ. ഒരു ശല്യമില്ല, ഒരാൾക്കൊരു സഹായം ചെയ്യണമെങ്കിൽ മറ്റൊരാൾ അറിയത്ത് പോലുമില്ല. ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുതെന്ന് പറയത്തില്ലേ, അതുപോലെ സ്വഭാവമാണ് ഈ ജോർജ് ഉണ്ണുണ്ണിക്കുള്ളത്. ഒരാൾക്ക് ഒരു ശല്യമില്ലാത്ത മനുഷ്യനെ ആരോ കൊന്നിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും വലിയ സങ്കടമാണ്. ഒന്നാമത്തെ കാര്യം, പകലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ ഒരുപാട് കടയും ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള സ്ഥലത്ത് പകൽ ടൗണിന് നടുവിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായിട്ടൊരു പരിശോധന നടത്തുകയാണ്. ഉണ്ണുണ്ണിയുടെ മൃതദേഹം പരിശോധിക്കുന്നു, ആ കടയാകെ പരിശോധിക്കുകയാണ്. പോലീസിന് ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. കൃത്യം 3-നും 5-നും, അതായത് വൈകിട്ട് 3-നും 5-നും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ സമയം ഈ കൊലയാളികൾ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സമയത്ത് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നതല്ലാതെ ആൾക്കാരുടെ സാന്നിധ്യമൊന്നും ആ ഭാഗത്തില്ല. ഉണ്ണുണ്ണിച്ചാൻ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിക്കുന്ന സമയമാണ്. കടയിൽ അധികം കച്ചവടം നടക്കുന്ന സമയമല്ല. ഈ സമയം തിരഞ്ഞെടുക്കാൻ അത് തന്നെയാണ് കാരണം കൊലയാളികൾക്ക്. എന്തായാലും ആരായിരിക്കും? ഒരു കാര്യം പോലീസിന് വ്യക്തമാണ്, ഈ ഉണ്ണുണ്ണിച്ചനെ വ്യക്തമായിട്ട് അറിയുന്ന ആരോ ഒരാളാണ് ഈ കൃത്യം നടപ്പിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ അപരിചിതരെ കണ്ട ബഹളം കൂട്ടും, ആൾക്കാരെ വിളിച്ചു കൂട്ടും. അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് പരിചയമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. പക്ഷേ ആ കൊലയാൾ ആരായിരിക്കും? ഒരു പിടിയുമില്ല. അപ്പോഴാണ് പോലീസ് മറ്റൊരു കാര്യം കൂടി കാണുന്നത്. അച്ചായൻ്റെ ശരീരത്തിൽ കിടന്ന തടിച്ച മാലയുണ്ടല്ലോ, ഒരു 9 പവൻ വരുന്നൊരു മാല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1-2 പവനല്ല, 9 പവൻ വരുന്നൊരു മാലയും ലക്ഷക്കണക്കിന് രൂപ അച്ഛൻ എപ്പോഴും ഈ കീശ കരുതിയിരിക്കും. ആ പൈസയൊക്കെ മോഷണം പോയിരിക്കുകയാണ്. ഈ അച്ചായൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ നല്ലൊരു ആഡംബര പ്രിയനാണ്. എപ്പോഴും നല്ല തടിച്ച മാലയൊക്കെ ഇട്ട് കാശ് നിറച്ച് പോക്കൊരു തിരികെ കൊണ്ടായിരിക്കും അച്ഛൻ നടക്കുന്നത്. അത് അറിയാവുന്ന ഏതോ വലിയൊരു കള്ളനായിരിക്കും ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ പണിക്ക് പോകുമ്പോഴേ ഈ മാലയുണ്ട് അന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന് പൈസ മിച്ചോടായപ്പോഴാണ് ഈ 9 പവൻ്റെ മാല വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് വാങ്ങിച്ച് പണി തീർത്തായി ഈ മാല വാങ്ങിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയും മാല വാങ്ങിച്ചു, ഇത് എന്തിനാ ഇത്രയും വാങ്ങിച്ച്, എൻ്റെ കഴുത്തേ കിടക്കട്ടെ, പണി നിർത്തില്ല, ഇനി എന്നെ കൊണ്ട് വാങ്ങിക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് 10 ഗ്രാമിൻ്റെ ഒരു മോതിരം കൊണ്ടുപോയില്ല. അന്നത്തേക്ക് അത് കൂടെ കിടപ്പുണ്ട്. മാലയും പോയില്ലോ, രൂപയും പോയില്ലോ. എപ്പോഴും കൊണ്ടു നടക്കും കുറച്ച് രൂപ. ഈ പോക്കറ്റ് 2.5 ഇടുന്നത്. അപ്പോൾ ഈ പോക്കറ്റിൽ എപ്പോഴും ഈ പൈസ ഉണ്ട്. ജോർജിന് ഈ നാട്ടിൽ ശത്രുക്കൾ ആരുമില്ല. ഒരു മനുഷ്യനെ പോലും ഉപദ്രവിക്കാത്ത വ്യക്തിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനു വേണ്ടിയായിരിക്കും ഇയാളെ കൊന്നത്? മോഷണത്തിന് വേണ്ടി മാത്രമായിരിക്കും. ആ വന്ന ആൾ, അതായത് ഈ കൊലയാളി, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ കൃത്യം നടപ്പിലാക്കിയ ശേഷം ആ CCTV ദൃശ്യമാണെങ്കിൽ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഈ ഭാഗത്തെങ്ങും വേറെ CCTV ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഈ കൊലയാളി. പക്ഷെ ആരാണ്? ഒരു പിടിയുമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പോലീസ് ഉറപ്പിക്കുകയാണ്, ഈ അച്ചായനുമായിട്ട് ജോർജുമായിട്ട് നല്ല പരിചയമുള്ള ഒരാൾക്ക് ഈ കൃത്യം നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ. ഒന്നാമതായിട്ട് ചാടി കയറി ഒരാളെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. ആദ്യമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കണം, അദ്ദേഹത്തിന് മനസ്സിലേക്ക് കയറണം, അതിനുശേഷം അദ്ദേഹത്തെ ആ കടയ്ക്ക് പിറകിൽ ആ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം. എന്നിട്ടാണ് ഈ കൃത്യം നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷെ ആരാണ്? ഒരു പിടിയുമില്ല. അങ്ങനെ പോലീസ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഇപ്പോൾ ദിവസം 8 കഴിഞ്ഞ് കള്ളനെ പറ്റി ഒരു തുമ്പ് പോലുമില്ല. ഇതിനിടയ്ക്ക് ഒരുപാട് പേരെ പോലീസ് തലങ്ങും വിലങ്ങും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ കള്ളനിലേക്ക് അല്ലെങ്കിൽ ആ കൊലയാളിലേക്ക് എത്തുന്ന ഒരു തെളിവ് പോലും പോലീസ് കിട്ടുന്നില്ല. അങ്ങനെ 8-ാം ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് മൈലപ്പുറ ഗ്രാമം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. എന്താണെന്നറിയാമോ? ആ കൊലപാതകയെ കിട്ടിയിരിക്കുന്നു. ആരായിരിക്കും അല്ലേ? അച്ചായനെ അടുത്തെറിയുന്ന ആ കൊലപാതകി ആരാണ്? ഇനി പള്ളിക്കാരാണോ, അതോ അച്ചായൻ്റെ സുഹൃത്തുക്കളാണോ, ആ നാട്ടുകാരാണോ? ഒരു പിടിയുമില്ല. അങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുവാണ്, ആരായിരിക്കും ആ കൊലയാളി? കൊലയാളി ആരാണെന്നറിയാമോ? ഓട്ടോക്കാരൻ ഹാരിബ്. ഞെട്ടിപ്പോയി. അച്ചായൻ്റെ സ്ഥിരം പറ്റുപടിക്കാരൻ, അച്ചായൻ്റെ അടുത്ത സുഹൃത്ത്, കടയിൽ എന്നും അച്ചായനെ വന്ന് കണ്ടിട്ടേ വീട്ടിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ. അങ്ങനെയുള്ള ഓട്ടോക്കാരൻ ഹാരിബാണ് ഈ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹാരിബിനെ പോലീസ് ആദ്യം പിടിക്കുകയാണ്. എന്തായാലും ഹാരിബിനെ കൊണ്ട് ഈ ക്രൂരകൃത്യം ഒറ്റയ്ക്ക് ചെയ്യാൻ ഒക്കത്തില്ല. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, 10-72 വയസ്സുണ്ടെങ്കിൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കൊല്ലണമെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം വേണം. അങ്ങനെ ഈ ഹാരിബിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു 2 പേരെ കൂടി പോലീസ് പിടിക്കുകയാണ്.
ഒന്ന് മുരുകൻ, അതായത് മദ്രാസ് മുരുകൻ എന്ന് പറയുന്ന ഭീകരനായ കുറ്റവാളി ഒരുത്തൻ, മറ്റേ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന രണ്ടാമത്തവൻ. രണ്ടുപേരും തമിഴ്നാട്ടുകാരാണ്. തെങ്കാശിയിലെ ഒരു മാന്തോപ്പിൽ ഒളിച്ച് കഴിയുന്നതിനിടയിലാണ് പോലീസ് അവരെ വളഞ്ഞിട്ട് പിടിക്കുന്നത്. അങ്ങനെ 3 പേരെയും കയ്യോടെ പിടിച്ചു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഒരു തെളിവ് പോലും ഇല്ല, ഒരു CCTV ദൃശ്യങ്ങളില്ല. CCTV ദൃശ്യം അടങ്ങി ഹാർഡ് ഡിസ്ക് കുമാർ കൊണ്ടുപോയി, ആരും കണ്ടവരില്ല, ഒരു സൂചന പോലും ഇല്ലാത്ത ഈ കേസ് എങ്ങനെയായിരിക്കും 8-ാം ദിവസം പോലീസ് തെളിയിച്ചതല്ലേ? അത് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അതൊരു വലിയ ട്വിസ്റ്റാണ്. എന്തായാലും നമുക്ക് ഇനി മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാം. കാര്യം എന്തിനു വേണ്ടിയാണ് ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നത്, അതിൽ ഈ സുബ്രഹ്മണ്യൻ്റെ മുരുകൻ്റെ റോൾ എന്താണ്, ഹാരിബ് എങ്ങനെയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്, ആ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഹാരിബ് അത്ര വെടിപ്പുള്ള കക്ഷിയല്ല കേട്ടോ, മോഷണമാണ് സ്ഥിരം പരിപാടി. അങ്ങനെ തെങ്കാശിയിലെ ഒരു ജയിലിൽ കിടക്കുമ്പോഴാണ് മറ്റേ 2 കക്ഷി, ആരൊക്കെയാ, മദ്രാസ് മുരുകൻ എന്ന് പറയുന്ന ക്രിമിനലും സുബ്രൻ എന്ന് പറയുന്ന മറ്റൊരു ക്രിമിനലിനെയും പരിചയപ്പെടുന്നത്. അങ്ങനെ 3 പേരും കൂടി വലിയ സുഹൃത്തുക്കളായിട്ട് മാറുകയാണ് ആ ജയിലിൽ വെച്ച്. ഇതിനിടയ്ക്ക് ഹാരിബ് ഈ 2 സുഹൃത്തുക്കളും പറയുക, എടാ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, നമുക്ക് അടിച്ചു പൊളി ജീവിക്കണം, ഒരു മാർഗ്ഗമുണ്ട്. എൻ്റെ നാട്ടിൽ ഒരു പൊങ്ങച്ചക്കാരനുണ്ട്, ഒരു അച്ചായനുണ്ട്, 10-72 വയസ്സുണ്ട്. അദ്ദേഹമാണ് 24 മണിക്കൂർ 10-9 പവനോളം വരുന്ന മാലയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. പോക്കറ്റ് ഇഷ്ടം പോലെ കാശുണ്ട്. അയാൾക്ക് കാശിരുന്ന ആവശ്യമില്ല, മക്കളൊക്കെ നല്ല നിലയിലാണ്. പുള്ളിക്കൊരു ഹോബിയായിട്ടൊരു ബിസിനസ്സൊക്കെ ടൗണിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് പുള്ളി അങ്ങ് വക വരുത്താം, എന്നിട്ട് സ്വർണ്ണവും പണമൊക്കെ അടിച്ചു മാറ്റാം. മറ്റ് 2 പേരും കൂടെ കൈ കൊടുത്ത് പാസ്സാക്കുന്നുണ്ട്. അളിയാ അടിപൊളി ഐഡിയ കേട്ടോ, എന്തായാലും നീ വിളിക്കുന്ന സമയത്ത് നേരെ കേരളത്തിലേക്ക് വണ്ടി കയറാം. ആ ഒരു പരസ്പര ധാരണയോടെ 3 പേരും പരസ്പരം പിരിയുകയാണ്. നമ്മുടെ ഹാരിബ് നാട്ടിലേക്ക് എത്തുകയാണ്, പത്തനംതിട്ട എത്തുകയാണ്. പിന്നെ ഈ അച്ചായനുമായിട്ട് ജോർജുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്ന ശ്രമമാണ് ഹാരിബ് നടത്തുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെല്ലും, കുശലം പറയും, ചിരിച്ച് കളിച്ച് പരസ്പരം പിരിയും. പക്ഷേ ഹാരിബിൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, നല്ല ബന്ധം സ്ഥാപിച്ചതിന് ശേഷം കാര്യങ്ങൾ നടപ്പിലാക്കുക. അങ്ങനെ പറ്റിയ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ഹാരിബ് തൻ്റെ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ആ ജോർജിൻ്റെ കടയിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ ഹാരിബിനെ കണ്ടതും ജോർജ്, എടാ ഹാരിബ് നിന്നെ എത്ര ദിവസമാണ് കണ്ടില്ല, നീ കണ്ടില്ല, നീ ഇവിടെ പോടാ എന്നൊക്കെ പറഞ്ഞ് കുശലം തുടങ്ങി നമ്മുടെ ജോർജ് അച്ചായൻ. ഇത് തന്നെയാണ് നമ്മുടെ ഹാരിബിനും വേണ്ടത്. അയാളും പല തമാശകളും ഈ ജോർജിനോട് തട്ടിവിടുകയാണ്. അങ്ങനെ തമാശ കുറച്ചു നേരം ഇങ്ങനെ മുന്നോട്ട് പോയി. ഹാരിബിൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അച്ചായനുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കണം, എന്നിട്ട് കാര്യം നടപ്പിലാക്കണം. ഇങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ 2 കക്ഷികൾ, ആരൊക്കെയാ, സുബ്രഹ്മണ്യനും നമ്മുടെ മദ്രാസ് മുരുകനും അങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ സുഹൃത്തുക്കളാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഹാരിബ് ഇവർ 2 അച്ചായനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ 3 പേരും കൂടി അങ്ങനെ തമാശ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് അപ്പുറത്തെ മുറിയിൽ എന്താണ് അച്ചായ എന്നറിയാൻ വേണ്ടി ഈ 2 പേരും കൂടി അച്ചായനെയും കൂട്ടിക്കൊണ്ട് അകത്തെ മുറിയിലേക്ക് പോവുകയാണ്. പിന്നെ അറിയാമല്ലോ, അച്ചായനെ കഴുത്ത് മുറുക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു, ഒരു ബഹളം തന്നെ. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ തട്ടിമറിക്കുന്ന ഒരു ബഹളം തന്നെയാണ്, യുദ്ധം തന്നെയാണ് ആ മുറി നടക്കുന്നത്. പക്ഷേ ഈ സമയം ഹാരിബ് പുറത്താണ്. അദ്ദേഹം ഇങ്ങനെ സ്ഥലമൊക്കെ വീക്ഷിക്കണം, ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള നിരീക്ഷണമാണ് ഹാരിബ് നടന്നത്. കുറച്ച് നേരം കഴിഞ്ഞ് അകത്തു നിന്നും ആ മുരുകനും സുബ്രഹ്മണ്യനും അച്ചായൻ്റെ മാലയൊക്കെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഇവന്മാർ മറ്റൊരു പണി കൂടി കാണിച്ചു. അകത്ത് തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന CCTVയുടെ ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റിക്കൊണ്ടാണ് വരുന്നത്. സമീപത്തെങ്ങും വേറെ CCTV ദൃശ്യം ഒന്നുമില്ല. അങ്ങനെ ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നുള്ള ഉത്തമ വിശ്വാസം ഈ 3 പേർക്കുണ്ട്. തുടർന്ന് ഹാരിബ് പത്തനംതിട്ട KSRTC സ്റ്റാൻഡിൽ നിന്നും 2 അളിയന്മാരെയും തമിഴ്നാട്ടിലേക്ക് യാത്രയാക്കുകയാണ്. ഇപ്പോൾ ഇയാളുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്, പണമുണ്ട്. ആരുടെ, നമ്മുടെ ഹാരിബിൻ്റെ കയ്യിൽ അച്ചായൻ്റെ 9 പവനും ഉണ്ട്, അച്ചായൻ്റെ പോക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ഈ സ്വർണം പണയം വെക്കാൻ വേണ്ടി ഹാരിബ് നിയാസ് എന്ന് പറഞ്ഞ മറ്റൊരു അളിയനെ ഏൽപ്പിക്കുകയാണ്. അവനാണെങ്കിൽ ഭൂലോക തരികടയാണ്. ആ സ്വർണം പണയം വെച്ച് 3 ലക്ഷം രൂപയാണ് ഈ നിയാസ് വാങ്ങിയിരിക്കുന്നത്. ഈ നിയാസിന് ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഈ സ്വർണത്തിന് പിന്നാലെയൊന്നും അല്ലെങ്കിൽ പണയം വെച്ച പൈസയ്ക്ക് പിന്നാലെയൊന്നും നമ്മുടെ ഹാരിബും മറ്റേ പ്രതികളൊന്നും വരത്തില്ല. കാരണം അവന്മാരെ പോലീസ് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലയോ, എന്തായാലും അവർ രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ. ഈ നിയാസ് എന്ന് പറയുന്നവൻ അവിടെ വെച്ച് വലിയൊരു മുതലെടുപ്പ് നടത്തുകയാണ്. ഇത് തനിക്ക് മാത്രമാണെന്നുള്ള രീതിയിലേക്ക് പണം പല വിധത്തിൽ ഈ നിയാസ് ചെലവഴിക്കുകയാണ്. അത് വേറൊരു കഥ. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഹാരിബ് ആ നാട്ടിലെല്ലാം ഇങ്ങനെ വിലസ് നടക്കുകയാണ്. അവന് ഉറപ്പുണ്ട് താൻ പിടിക്കപ്പെട്ടില്ല, ഒരു തെളിവ് പോലും ഇല്ലല്ലോ. പോലീസ് ഇങ്ങനെ ആ കൊലപാതകയ്ക്ക് പിന്നാലെ ഇങ്ങനെ പായുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി 8 ദിവസമായി. പക്ഷേ നമ്മുടെ പോലീസ് ആരാ മോനല്ലേ, 2ാമത്തെ ദിവസം കൃത്യമായിട്ട് തന്നെ പോലീസ് ആ കൊലയാളിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ പിടിക്കാൻ 8 ദിവസം എടുത്തെന്ന് മാത്രം. ഇനി നിങ്ങൾ ചിന്തിക്കുക, 2ാമത്തെ ദിവസം കൊലയാളിയെ കണ്ടെത്തിയോ? അതെങ്ങനെയായിരിക്കും? ഒരു തെളിവ് പോലും ഇല്ലല്ലോ, CCTV ദൃശ്യമില്ലല്ലോ, ആരും കണ്ടിട്ടില്ലോ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ദൈവം അവശേഷിപ്പിക്കുന്ന തെളിവുണ്ടല്ലോ. എല്ലാ കേസിലും അങ്ങനെയാണല്ലോ, ഒരു തെളിവ് ദൈവം അവിടെ അവശേഷിപ്പിച്ചിരുന്നു. ആ തെളിവ് വന്നത് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ രൂപത്തിലായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? ഇനി അതുകൊണ്ട് വേറൊരു കളി. അതുവഴി 3-നും 5-നും ഇടയ്ക്ക് പോയ ഒരു പ്രൈവറ്റ് ബസ്സിൽ CCTV ഉണ്ടായിരുന്നു. മുന്നിൽ നടക്കുന്ന അപകടങ്ങളും മുന്നിൽ നടക്കുന്ന ചതികളൊക്കെ അറിയാൻ വേണ്ടി ആ ബസ്സിൻ്റെ മുന്നിൽ സ്ഥാപിച്ച CCTV ദൃശ്യത്തിൽ കൃത്യമായിട്ട്
ആ കാര്യം കൃത്യമായിട്ട് കിട്ടി. എന്താണെന്നറിയാമോ? ആ അച്ചായൻ്റെ കടയുടെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നു. ആ ഓട്ടോറിക്ഷയിൽ ചാരി നിന്നുകൊണ്ട് ഒരുത്തൻ ഇങ്ങനെ അക്ഷമയോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എന്തോ പരിഭ്രമം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോറിക്ഷയുടെ നമ്പറൊന്നും അത്ര കൃത്യമല്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, 5-നും ഈ പറയുന്ന 3-നും ഇടയ്ക്കുള്ള ആ ഓട്ടോറിക്ഷയിലാണ് കൊലയാളികൾ ആ കടയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. പക്ഷേ ആ ഓട്ടോറിക്ഷക്കാരൻ ആരാണ്? അങ്ങനെ ഓട്ടോറിക്ഷക്കാരെ മുഴുവൻ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഒരു ഓട്ടോറിക്ഷക്കാരുടെ ലിസ്റ്റ് തന്നെ തയ്യാറാക്കി. ആ ലിസ്റ്റിൽ ഈ ജോർജുമായിട്ട് ബന്ധമുള്ള ഓട്ടോറിക്ഷക്കാരുടെ വേറെ ലിസ്റ്റ് തയ്യാറാക്കി. അങ്ങനെ ലിസ്റ്റുകളെല്ലാം ക്രോഡീകരിച്ച് കുറച്ചടുത്തെത്തി എന്ന് പറഞ്ഞാൽ കൊലയാളിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആ ഓട്ടോറിക്ഷക്കാരന് മനസ്സിലായി. പോലീസിന് ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമായിരിക്കുകയാണ്. ഈ കൊലയാളികൾ വന്നിരിക്കുന്നത് ഓട്ടോറിക്ഷയിലാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ നാടുമായിട്ട് ബന്ധമുള്ള ഏതോ ഒരുത്തനാണ് ഈ ഓട്ടോറിക്ഷയും പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷക്കാരുടെ ലിസ്റ്റ് മൊത്തം തയ്യാറാക്കി. ഓട്ടോറിക്ഷക്കാരനെയും പോലീസ് മനസ്സിലാക്കി. അത് അച്ചായനുമായിട്ട് അടുത്ത ബന്ധമുള്ള ഈ അടുത്ത സമയത്തൊക്കെ എപ്പോഴും കണ്ടിട്ടുള്ള നാട്ടുകാരൊക്കെ ഈ കടയിൽ വരുന്നു, തിരിച്ചു പോകുന്നു, കുശലമൊക്കെ പറയുന്ന ഹാരിബാണ് ഈ ഓട്ടോറിക്ഷയുടെ ആള്. ഇനി വേറെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ റൊട്ടീൻ ചോദ്യം ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ദിവസം ഈ ഹാരിബിനെ പോലീസ് വിളിക്കുവാണ്. പോലീസിന് അറിയാം ഇവൻ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഒരു സംശയം പോലും ഈ ഹാരിബിന് പോലീസ് കൊടുക്കുന്നില്ല. എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു, ആ കൂട്ടത്തിൽ ഹാരിബിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി ഹാരിബാണ് കേസിലെ പ്രതി എന്ന്. പക്ഷേ ഹാരിബി ഇവിടെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. എല്ലാവരും ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. അതിനെന്താ എന്നുള്ള ആത്മവിശ്വാസത്തിൽ അവിടുന്ന് ചട്ടനും പോയി പണ്ടനും പോയി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ഇറങ്ങി പോവുകയാണ്. പോലീസ് അവനെ വാച്ച് ചെയ്യുകയാണ് ആ നിമിഷം മുതൽ. ഹാരിബ് എന്ന് പറയുന്ന മണ്ടൻ ചെയ്ത പണി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, നമ്മൾ സേഫ് ആണെന്നൊക്കെ മറ്റേ അളിയന്മാരെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഹാരിബിൻ്റെ ഓരോ ചലനങ്ങളും പോലീസ് കൃത്യമായിട്ട് നിരീക്ഷിക്കുകയാണ്. തമിഴ്നാട്ടിലുള്ള പ്രതികളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ബന്ധപ്പെടുന്ന കാര്യമൊക്കെ പോലീസ് മനസ്സിലാക്കി. അങ്ങനെ പ്രതികൾ 8ാമത്തെ ദിവസം തെങ്കാശിയിലുള്ള ഒരു മാന്തോപ്പിൽ ഒളിവിൽ കഴിയുകയാണെന്നുള്ള കാര്യം ഈ ഹാരിബിൽ നിന്നും പോലീസ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ സൂത്രത്തിൽ തെങ്കാശിയിൽ ചെന്ന് ഈ പ്രതികളെ പിടികൂടുന്നതോടെ ഈ കേസിന് ഏകദേശ പരിസമാപ്തി ഉണ്ടാവുകയാണ്. അങ്ങനെ അച്ചായനെ കൊന്ന കേസിൽ സുബ്രഹ്മണ്യത്തെയും മുരുകനെയും ഹാരിബിനെയും പിന്നെ സഹായിയായിട്ട് സ്വർണം വിൽക്കാൻ നിന്ന ഒരു കക്ഷിയുണ്ടല്ലോ നിയാസിനെയൊക്കെ പോലീസ് കയ്യോടെ പിടികൂടുന്നതോടെ 8ാമത്തെ ദിവസം ജോർജ് വധക്കേസിന് പൂർണ്ണ പരിസമാപ്തിയായിരിക്കുകയാണ്. അങ്ങനെ ഒരു തുമ്പ് പോലും ഇല്ലാതിരുന്ന ഒരു കേസാണ് ഹാരിബ് എന്ന പ്രതിയിലൂടെ പോലീസ് തെളിയിച്ചത്. അത് മാത്രമല്ല ആ പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ ഇവിടെ ദൈവമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും ജോർജ് കേസിന് ഇവിടെ പൂർണ്ണ പരിസമാപ്തിയാവുമ്പോൾ പല ചോദ്യങ്ങളും ഇവിടെ മുന്നോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ ആ കള്ളന്മാർ ചെയ്ത കൊലപാതകങ്ങൾ ചെയ്ത് എന്തുമാത്രം നിഷ്ഠൂരമായ ഒരു ക്രൂരകൃത്യം അല്ലേ. സ്വർണത്തിനും പണത്തിനും വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ നിർദ്ദയം കൊന്നുകളഞ്ഞത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. യഥാർത്ഥത്തിൽ ആ പണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയോ? അതുമില്ല. ഇപ്പോൾ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുകയാണ്. ഇനി നമ്മുടെ ജോർജ് അച്ചായൻ്റെ കേസ്. 72 വയസ്സായ അച്ചായന് ഈ ആഡംബരം കാണിക്കാൻ വേണ്ടി ഇത്രയും വലിയ സ്വർണ്ണമൊക്കെ ഇട്ട് പോക്കറ്റ് നിറച്ച് കാശുമായിട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ അപകടം ക്ഷണിച്ചു വരുത്തിയത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് 100-500 രൂപ കൊണ്ടു നടക്കുന്നതിൻ്റെ കൂട്ടാണ് ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റ് തിരികെ കൊണ്ടു നടക്കുന്നത്. അത് പലരുടെയും ശ്രദ്ധ ക്ഷണിക്കാനുള്ളൊരു കാരണമായി തീരും. ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട്, ബാങ്കിങ് സമ്പ്രദായമുണ്ട്, അത് മതി. നമുക്ക് ആവശ്യമില്ലാത്ത പൈസ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുക. ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ, അതിലൂടെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്വർണ്ണം അണിയുന്നതൊന്നും തെറ്റൊന്നുമല്ല. പക്ഷേ ഈ കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയൊക്കെ ശ്രദ്ധ നിങ്ങളിൽ പതിയുന്ന രീതിയിൽ സ്വർണ്ണം അണിയുന്നത് ഒരു അപകടം തന്നെ ക്ഷണിച്ചു വരുത്തും. അതിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ സ്വർണ്ണമൊക്കെ വാരിയിട്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സർവ്വസാധാരണമായ സംഭവമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുക. അതൊരു പക്ഷേ നിങ്ങളുടെ ജീവന് തന്നെ അപകടമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ മണ്ടത്തരങ്ങളെ കാണിച്ച് സ്വന്തം ജീവിതവും സമാധാനവും ആരും കളയരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.